ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നേരം വെളുത്തിട്ടല്ല കേട്ടോ, അത് രാത്രിയാണ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള പുറപ്പാടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തെ കിടക്കണവരുണ്ടോ എനിക്കറിയില്ല. ഇവിടെ എന്തായാലും 10:30, 11, 11:30, 12 ഒക്കെ ആവും കിടക്കാൻ. അപ്പോൾ സാധാരണ ഞാൻ നീക്കല്, അപ്പോൾ എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ ഞാൻ നീക്കല് 4 മണിക്ക് നീക്കും, എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. എന്നിട്ട് പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പണികളൊക്കെ തുടങ്ങും. ഹാദിനെ സ്കൂളിൽ പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഹാദി സ്കൂളിൽ പോയി കഴിഞ്ഞേക്കിന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ടിക്ക വിളിക്കും. പിന്നെ ഞങ്ങളൊരു 1.5 മണിക്കൂറോളം സംസാരിക്കും. ഏകദേശം ചില ദിവസം 11 മണി 11:30 വരെ സംസാരിക്കും. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ആ ഒരു ടൈം ലൈക്കാനായിട്ട് സംസാരിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പണികളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇക്ക വിളിക്കുമ്പോഴത്തേക്ക് പണികൾ തീർത്ത് വെക്കലാണ് പതിവ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക, ഫുഡ് കഴിക്കുക ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഉറക്കം പോലത്തെ ഒരു നേച്ചറാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 4 മണി, പിന്നെ 3:30 ആയി കഴിഞ്ഞാൽ ഹാദി വരും. അത് കഴിഞ്ഞ് ഓൻ്റെതൊക്കെ കഴിയുമ്പോഴത്തേക്കും 4:30, 5 മണിക്കൊക്കെ പിന്നെ ഒന്നിരിക്കുക. പിന്നെ 6 ആകുമ്പോഴത്തേക്കും ഭാഗം കൊടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ കറക്റ്റ് ഒരു ടൈം കിട്ടാത്ത പോലെ എനിക്കിങ്ങനെ തോന്നുന്നത്, ഇത് പോരാ, നല്ലൊരു ടൈം വേണം പഠിക്കാനെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ കിടക്കാമെന്ന്. അപ്പോൾ സാധാരണ ഞാൻ ഡിന്നർ കുറച്ച് നേരത്തെ കഴിക്കും. ഞാൻ മരുവിന് മുന്നേറ്റ് തന്നെ കഴിക്കും. അങ്ങനെ ചെയ്യാറ് ക്ലാസ് ഉള്ളപ്പോൾ കേട്ടോ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു ചെറിയ ചായ കുടിക്കുള്ളൂ. പിന്നെ ഞാൻ ചോറും ചായയും കൂടി കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ അങ്ങനെ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കൽ അങ്ങനത്തെ ഒരു വലിയൊരു കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. ഓന് കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനും കഴിക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ട് സംസ്കാരമൊക്കെ കഴിച്ച് അങ്ങനെ റെഡി ആയി നിൽക്കണം. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് 2-2:30 ആകുമ്പോൾ എണീക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ ഒരു വലിയൊരു മുതിർന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 8 മണിക്കൂർ തന്നെ നിർബന്ധമായിട്ട് കിടന്നുറങ്ങണം എന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ജോലികളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും മതി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 6 മണിക്കൂർ തന്നെയാണ് അധികം ഉറങ്ങാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ടൈം അങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോകണവർക്കൊന്നും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടലുണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണമില്ല. 8 മണിക്കൂർ തന്നെ കിടന്നുറങ്ങിയാൽ ഭയങ്കര പ്രശ്നം അങ്ങനെ തോന്നും. പക്ഷെ ഉറക്കം പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തലയുറക്കം വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 6 മണിക്കൂറിൻ്റെ സമയം വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ആദ്യം കൊടുത്ത് കിടത്തിയിട്ടുണ്ടോ ഉറങ്ങുമോ എനിക്കറിയില്ല കേട്ടോ. നോഞ്ചിരിക്കണമൊക്കെ ഉണ്ട്. ഉറങ്ങി കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ വേഗം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 8:30 കൂട്ടി കഴിഞ്ഞാൽ 9:30, 10:30, 11:30, 12:30, 1:30, 2:30 മണിക്കൂർ, 2:30 വരെ. അപ്പോൾ ഒരു 6 മണിക്കൂർ നമുക്ക് എന്തായാലും ഉറങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ടൈമാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഒരു 5:30 വരെ, ഇപ്പോൾ ബാങ്ക് കൊടുക്കുക 5:30 കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ ഒരു 5:30 വരെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ആ ഒരു ടൈം കുറച്ചുകൂടെ തണുപ്പുള്ള, കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമിൽ ഞാനും ഓനും കൂടെ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈമാകുമ്പോൾ എണീക്കുക കുറച്ചുകൂടെ സമയം കിട്ടുമെന്ന്. അപ്പോൾ എന്താവുമെന്ന് നോക്കാം. എന്തായാലും ഇനി 2:30 കാണാം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ടൈം 3:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രാവിലെ എനിക്ക് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ചായ ഞാൻ തലേന്ന് തന്നെ രാത്രി ഉണ്ടാക്കി ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമുണ്ട്, പിന്നെ അതുപോലെ തന്നെ കപ്പും അതുപോലെ ബിസ്ക്കറ്റിൻ്റെ പാക്കും ഞാൻ കൊണ്ടുവന്നു. ഞാൻ രാവിലെ നീച്ചു, കുറച്ച് ലേറ്റായി. ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു കേട്ടോ. എന്നപ്പോൾ നീക്കണമോ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ. പിന്നെ ഇല്ല, എന്തായാലും ഒന്ന് നീക്കണം. ആ ഒരു മൊമെൻ്റാണ് നമ്മളെ തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ നീക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ റെഡിയാണ്. നീച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കും. പക്ഷെ ആ നീക്കണ കാര്യമാണ് പണി. അപ്പോൾ ഞാൻ 2:15 അലാറം വെച്ചു. പക്ഷെ അപ്പോൾ ഒന്നും നീച്ചില്ല. വീണ്ടും സ്നൂസിലിട്ടിട്ട് കിടന്നു. പിന്നെ ഒരു 2:35 ഞാൻ വെച്ച്. പിന്നെ ഇങ്ങനെ നീക്കണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ച് അലാറം ഞാൻ ഓഫാക്കിട്ടോ. അലാറം ഓഫാക്കിയിട്ടേ പിന്നെ ഇങ്ങനെ കിടന്നു. അപ്പോൾ എനിക്ക് തോന്നി പറ്റില്ല, എന്തായാലും നീക്കണം. അപ്പോൾ ഞാനുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നീച്ചിട്ട് വേഗം ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് ഉള്ളൊക്കെ എടുത്ത് തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ പിന്നെ നല്ല ഫ്രഷായിട്ട് തോന്നി. അപ്പോൾ ഇനി ഞാൻ ഒരു കട്ടൻ ചായയും 2 ബിസ്ക്കറ്റും കഴിക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എനർജറ്റിക് ആവും. ഇപ്പോൾ സമയം ഞാൻ കരുതിയതിനേക്കാൾ കുറച്ച് ലേറ്റായി. പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നീച്ചു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നീച്ചു
ഇനി എന്തായാലും സ്റ്റഡീസ് തുടങ്ങണം. ഇനി ഒട്ടും സമയമില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ 5:30 വരെ എന്നൊക്കെ എത്തുന്നു. 6-6:30 വരെ എന്തായാലും ഞാൻ ഇരിക്കും. IPC ആണെന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ IPCയിലൊക്കെ കിടക്കട്ടെ. ആദ്യം ചായ നമ്മൾ വിചാരിക്കേണ്ട എന്താ ഇതൊക്കെ ഇട്ടിട്ടിരിക്കണം. ആക്ച്വലി ഇപ്പം നല്ല തണുപ്പുണ്ട്. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്കത് എന്തോ തൊണ്ടയ്ക്ക് വലിയൊരു സുഖമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഞാനിതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇത് നിൽക്കാൻ്റെ ജാക്കറ്റ് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു എനിക്ക് നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇതാ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുക്കും എടുത്ത് ഞാൻ ഇനി പോർഷൻസ് ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ പോർഷൻസൊക്കെ തന്നെ ഞാൻ നോക്കി എഴുതി പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ ഹെഡിങ് നല്ല കളർഫുള്ളായിട്ട് എഴുതി വെക്കും. എങ്കിൽ അത് കുറച്ചുകൂടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. സെക്ഷനും ഇതിപ്പോൾ IPC ആയതുകൊണ്ട് സെക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്ഷൻസ് ഞാൻ അതുപോലെ തന്നെ നോട്ട് ചെയ്ത് കുറച്ച് വലുതാക്കിയിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിലുള്ള പോയിൻറ്റ്സ് എഴുതി എടുത്തതിന് ശേഷം ആദ്യം ഞാൻ ആ പോയിൻറ്റ്സ് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ടെക്സ്റ്റ് വായിക്കുകയാണ് ചെയ്യണത്. ഇത് കുറച്ചുകൂടെ ഇങ്ങനെ കേസ് ലോസ് വെച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ഇങ്ങനെ പഠിക്കാനായിട്ട്. ഇപ്പോൾ അത് ഞങ്ങളെ സബ്ജക്റ്റിൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് സോഷ്യോളജിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഷ്യോളജിയൊക്കെ എന്ന് പറയുമ്പോൾ നന്നായിട്ട് എലാബറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ടുണ്ട്. ഒരുപാട് പേപ്പർ കണക്കിന് നമുക്കിങ്ങനെ എഴുതേണ്ടതായിട്ട് വരും എക്സാമിനൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും പോയിൻറ്റ്സും ഉണ്ടാവണം. പക്ഷേ നമുക്ക് നന്നായിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതാനും കഴിയണം. ഇപ്പം സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യനൊക്കെയാണ് അധികമായിട്ട് ഉണ്ടാവുക. പക്ഷേ ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് നന്നായിട്ട് വൈഡായിട്ട് തന്നെ എഴുതാനായിട്ടുണ്ടാവും ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മാർക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം പേജ് എഴുതണം എന്നുള്ളത് നമ്മൾ കണക്കാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് ഇതൊക്കെ ആയിട്ട് എഴുതിയെടുത്തിട്ട് പിന്നെ ഡൗട്ട് വരുമ്പോൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെക്ചർ നോട്ട്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ്. കാരണം നമുക്ക് ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളും ആ ഒരു സമയത്ത് നമുക്ക് വായിക്കുമ്പോൾ ഒക്കെ മൈൻഡിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മളെ മനസ്സിലവിടെ കിടക്കും. നമ്മൾ അങ്ങനെ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതെനിക്ക് അറിയാമെന്നല്ലോ. മേ ബി നമുക്ക് ആ ഒരു സന്ദർഭമായിരിക്കും ഓർമ്മ വരിക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇതാണ്, നോട്ടിൽ ഞാനിതിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ ലെക്ചർ നോട്ട്സ് എന്തായാലും ഭയങ്കര ഉപകാരപ്രദമാണ്. എഴുതാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തന്നെ ചില സമയത്തൊക്കെ മടിയാണ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ. ചില സമയത്ത് നമുക്ക് ക്യാച്ച് ചെയ്യില്ല. പക്ഷേ എന്തായാലും എക്സാമിൻ്റെ ഒരു ടൈം വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും എന്തായാലും മനസ്സിലാവണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. ശരിക്ക് ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര കട്ടിയാണ് ടെക്സ്റ്റ്. അതായത് നമുക്ക് പെട്ടെന്നൊന്നും ചിലതൊക്കെ ഭയങ്കര ഈസിയാണ്, പക്ഷേ ചിലതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ദഹിച്ചോളണമെന്നില്ല. അപ്പോൾ ആദ്യം അതിന് ഗൈഡ് നന്നായിട്ട് വായിച്ച് ആദ്യത്തെ പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്ത് നമ്മളെ ലെക്ചർ നോട്ടും ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം സംഭവം പിടികിട്ടും. പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ടെക്സ്റ്റത്തെ കുറച്ചുകൂടെ നല്ല നല്ല വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക, ഗൈഡ് വായിച്ച് ആദ്യത്തെ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതിയെടുത്ത് ആ പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് മാത്രം, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. ബാക്കിയൊക്കെ നമ്മൾ സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞതിന് ശേഷം ലെക്ചർ നോട്ട്, ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ലെക്ചർ നോട്ട് അതും ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് വായിക്കും. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യണത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവാത്ത കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടോപ്പിക്ക് നമുക്ക് ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലായത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. പക്ഷേ എന്തായാലും ഫോൺ യൂസ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമും ഇതൊന്നും ഇല്ലാത്ത ഒരു ഫോണാണ് എന്തായാലും എടുത്തിട്ടുള്ളത്. ഉമ്മാൻ്റെ ഫോണാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫോണിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഫോണിലാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ഞാൻ സെർച്ച് ചെയ്തിട്ട് അത് വായിച്ച് നോക്കി ആദ്യത്തെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണത്. ഇപ്പോൾ ഞങ്ങളെ സബ്ജക്റ്റിനൊക്കെ സംബന്ധിച്ച് നല്ല നല്ല സൈറ്റുകളൊക്കെ തന്നെ ഗൂഗിളിലുണ്ട്. അപ്പോൾ നല്ല നോട്ട്സ് ഞങ്ങൾക്ക് അതിൽ നിന്ന് അവൈലബിൾ ആവാറുണ്ട്. അപ്പോൾ ടെക്സ്റ്റും ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് ആളുകൾ പഠിച്ച് അവർ എഴുതിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട്
എളുപ്പമാണ് ഈ ഒരു രീതിയും കൂടെ. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രായോഗികമാവണമെന്നില്ല. ഫോൺ യൂസ് ചെയ്യാതെ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കാം. പക്ഷേ കുറച്ചുകൂടെ നമ്മുടെ ഏരിയ വൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ വേറെ ആപ്പുകളും മറ്റൊന്നും പഠിക്കുന്ന ഇടയിൽ നോക്കാനായിട്ട് പോവില്ല. ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പഠനം തുടരുക കേട്ടോ. ഇപ്പോൾ സമയം 4:33 എനിക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ബ്രേക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു നോട്ടെങ്കിലും കുറച്ച് പോയിൻറ്റ്സുള്ള നോട്ട്സെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ അതിൻ്റെ പോർഷനും കംപ്ലീറ്റ് ആയി. ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. കുറച്ചേ ആയുള്ളൂ, പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറിലേറെ ടൈം എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ചില സമയങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്നു ഉഴപ്പി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇനി കുറച്ചൊരു ബ്രേക്ക് എടുക്കട്ടെ. ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നല്ലോ. സാധാരണ നിന്നിട്ട് നടന്നിട്ടൊക്കെയാണ് പഠിക്കാറ്. അപ്പോൾ ഇത് വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് സമയം ഇപ്പോൾ പഠിച്ചതൊക്കെ ഒന്നിങ്ങനെ റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു എല്ലായിടത്തും ജനലൊക്കെ തുറന്നിട്ടൊന്ന് നടക്കട്ടെ. അപ്പോൾ നല്ല ഇരുട്ടാണ്, ബാങ്ക് ഒക്കെ കൊടുക്കാനൊക്കെ ആവണല്ലോ, കുറേ സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് നടക്കട്ടെ, എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും വന്നിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം അകത്തൂടെ നടന്ന് ഒക്കെ പഠിച്ചിട്ടോ കുറേ സമയം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊക്കെ ഇപ്പോൾ പള്ളിയിൽ പോയി. ഇപ്പോൾ പള്ളിയിൽ പോയപ്പോൾ എനിക്കങ്ങനെ കുറച്ച് ധൈര്യം, ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ലൊരു ഫ്രഷ്നെസ്. മറ്റേ ഞങ്ങൾക്ക് അങ്ങനെ റൂമിൽ അടച്ചു കൂട്ടിയിരുന്ന് പഠിക്കണതിനോട് വലിയ താല്പര്യം. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ അടച്ചു കൂട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ ഓഫീസ് റൂമിലായിരുന്നു ആദ്യം ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കലിന് പതിവ്. പക്ഷേ പിന്നെ അത് ഓഫീസ് റൂമിലാകുമ്പോൾ എനിക്ക് രാത്രി എണീക്കാനൊക്കെ എണീച്ചിട്ട് പഠിക്കാനൊക്കെ അവിടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്, പുറത്തുള്ള റൂമല്ലേ. അപ്പോൾ ഞാൻ അകത്തേക്ക് ഹാളിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ പഠനം തുടർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ എണീച്ച് പോയപ്പോൾ കുറച്ചൊരു ഇതായി. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്ന് അങ്ങനെ പഠിക്കണേ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകണം. അപ്പോൾ എനിക്കങ്ങനെ ഇരുന്ന് തന്നെ പഠിക്കണതിനോട് എനിക്കങ്ങനെ പടക്കം മുട്ടുണ്ട്. ഇവിടുന്ന് ഇരുന്ന് തന്നെ പഠിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു എന്താ പറയുക സുഖമില്ല. അപ്പോൾ അങ്ങനെ എണീച്ചോ നടന്നൊക്കെ പഠിക്കും. പിന്നെ ഇപ്പോൾ ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയെന്ന്, പിന്നെ എൻ്റെ ഇടയിൽ ഇങ്ങനെ അതിനെ കണ്ടപ്പോൾ പോയി കിടക്കട്ടെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ പിടിച്ചു നിന്നോ കിടന്നില്ല. അപ്പോൾ ഞാൻ മുഖം കഴുകണമെങ്കിൽ ബെറ്റർ. നമുക്ക് ചെവിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ ബാക്കിൽ, അവിടെ കഴുകി കഴിയുമ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ഒരു എന്താ പറയുക, തലക്ക് മൊത്തം ഒരു തണുപ്പ് തോന്നുമല്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മണ്ടേ കയറും. അപ്പോൾ എന്തായാലും ബാക്കി പഠനം തുടങ്ങട്ടെ. ടൈം 6:50. അപ്പോൾ ഞാനിങ്ങനെ ഇനി പോയിട്ടൊന്ന് നിസ്കരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അമ്പലത്തിൽ നിന്ന് പാട്ടും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല രസമാണ് ഈ ഒരു ടൈം. ഇപ്പോൾ കാക്കകളും കിളികളൊക്കെ ഉണരുന്നുണ്ട്. വെളിച്ചം വെക്കണുള്ളൂ കേട്ടോ. എന്തായാലും പോയി നിസ്കരിക്കട്ടെ. എനിക്കങ്ങനെ ഒരു ഉറക്ക ഫീൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുള്ളെടുത്ത് നിസ്കരിക്കുമ്പോൾ അതുകൊണ്ട് മാറിയുള്ളൂ. എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് തീർക്കണം. എനിക്കൊരു 8-8:30 വരെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഹാദിനെ സ്കൂളിൽ പറഞ്ഞേക്കണില്ല. അവനക്ക് അങ്ങനെ കണ്ണിന് ഈ ഒരു പൊടി തട്ടി അലർജി ഉള്ളതുകൊണ്ട് 2 ദിവസം പറഞ്ഞേക്കണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ തുള്ളി മരുന്നും അതുപോലെ ഗുളികയൊക്കെ ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച അവൻ ഏതായാലും എക്സാമാണ്. അപ്പോൾ അതുവരെ അവൻ വീട്ടിലിരിക്കട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത്തരത്തിലുള്ള പണികളൊന്നും രാവിലെ എന്തായാലും ഇല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി ഞാൻ പോയിട്ട് നിസ്കരിക്കട്ടെ. അപ്പോൾ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനൊരു ചായ കുടിച്ചു. എനിക്ക് ചായയോടെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. എല്ലാവരും അത് ചെയ്യണമെന്നില്ല. എനിക്കങ്ങനെ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഫ്രഷ് എയർ കൊള്ളാം. നല്ല തണുപ്പ്, നല്ല സുഖമുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഒരു ടോപ്പിക്ക് മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ റിവിഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഭാഗം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുമായിട്ടിപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഇനി വേറെ അതിൽ പ്രോബ്ലംസ് ഒന്നും വരില്ല എന്ന് തോന്നണം.
ആ ടോപ്പിക്ക് അത്രയും ഞാൻ ഇരുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ 8:30 ആവുമ്പോൾ അത് പഠിച്ചിട്ട് ബാക്കി പണികൾ ഇക്ക വിളിക്കുമ്പോഴത്തേക്കൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ എന്തായാലും ഇക്കാനെ കോളിങ് കഴിഞ്ഞിട്ട് ബാക്കി പണിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഒന്ന് നീച്ചോണ്ട് ഇത്രയെങ്കിലും കവർ ചെയ്യാനേ. അപ്പോൾ എനിക്ക് ഒരു 2-3 ദിവസം മുന്നേ ഈ ഒരു പരിപാടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായെന്ന് തോന്നുന്നു. നമുക്കൊക്കെ തോന്നും അങ്ങനെ. അപ്പോൾ ഇത് അങ്ങനെ നേരം വെളുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇരുന്നിട്ടുണ്ട് അടുത്ത ടോപ്പിക്കുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ഈ ജാക്കറ്റ് ഇപ്പോഴും ഊരിടാത്തതെന്ന്. സത്യം എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. പിന്നെ ആ ഒരു ടൈം എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ രാവിലെ നല്ലൊരു മഞ്ഞ് പോലെ ഉണ്ടായിരുന്നു, നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അത് ഊരിടാതിരുന്നത്. അപ്പോൾ 6:30 ഒക്കെ കഴിഞ്ഞ് 7 മണി ആവണുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സമയം കുറച്ചുകൂടെ സമയം പഠിക്കണം എന്നുണ്ട്. പുതിയൊരു കോൺസെപ്റ്റ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ലെക്ചർ നോട്ടും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ നിന്ന് എഴുതിയ ലെക്ചർ നോട്ടും കാര്യങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോയിൻറ്റ്സ് ഞാനൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെന്നേ ഉള്ളൂ. അങ്ങനെ അത് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വക ടെക്സ്റ്റ് നോക്കിയിട്ട് എൻ്റെ വക വീണ്ടും നോട്ട്സ് ഇതേപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതേ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും വേറെ നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇനിയും കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. എനിക്കും കുറച്ച് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തിയിട്ടുണ്ട്, പഠിത്തവും നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് സക്സസ്ഫുള്ളായി. ഞാൻ വിചാരിച്ച അത്ര നേരത്തെ എണീച്ചില്ലെങ്കിലും ഞാൻ അത്യാവശ്യം ഞാൻ വിചാരിച്ച ഒരു ടൈമൊക്കെ എത്തി. എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം ഞാനിന്ന് കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. എന്തായാലും പറ്റുന്നവർ ഇപ്പോൾ രാത്രി പഠിക്കാനും ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നേരത്തെ എണീച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ ശല്യങ്ങളും വേറെ ഡിസ്റ്റർബൻസും ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റഡി റൂട്ടീന് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടയിൽ തന്നെ കുറേ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞുതരാം. എൻ്റെ ടിപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് ലൈഫിക്ക് എടുക്കുക. ഇപ്പോൾ കുറേ പേർക്ക് എക്സാമും ഇതൊക്കെ നടക്കുന്ന ടൈമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാം. വ്ളോഗ്സിനൊക്കെ അപ്പുറത്തായിട്ട് ഇങ്ങനത്തെ കൂടി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.